ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് മറ്റേ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങൂലേനല്ലോ. കൃഷി നഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് നമ്മളെ കൃഷിഭവനുകൾ സഹായിക്കുന്നുണ്ട്. സബ്സിഡി ആയിട്ടും മറ്റും നമുക്ക് അത്യാവശ്യം സഹായം അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലോണം അറിഞ്ഞ് മണ്ണിലിറങ്ങി നല്ലോണം പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. നമുക്കത് നികത്തിക്കൊണ്ട് പോകാൻ പറ്റും. ധനശ്രീ എന്ന് പറയുന്ന കുടുംബശ്രീ ആയിരുന്നു അന്ന് രൂപീകരണം നടന്നത്. അപ്പോൾ 2010 25 അംഗങ്ങൾ പറ്റില്ല, 20 ആൾ മതി ഒരു കുടുംബശ്രീ എന്നുള്ളൊരു തീരുമാനം പഞ്ചായത്ത് തലത്തിൽ വന്ന സമയത്ത് മാതൃ കുടുംബശ്രീ ധനശ്രീക്ക് തന്നെ കൊടുത്ത് ഞങ്ങൾ 12 ആൾക്കാർ വേറെ കുടുംബശ്രീ ആയിട്ട് നികുഞ്ചം ഉണ്ടാക്കി. നികുഞ്ചം തുടങ്ങിയ സമയത്ത് ധനശ്രീ നികുഞ്ചവും കൂടി കൂട്ട് ചേർന്നിട്ട് ഞങ്ങൾ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അരിയുടെ സെയിൽ നടത്തിയിരുന്നു. റേഷൻ കട വഴിയൊക്കെ ഒരുപാട് അരിയൊക്കെ ആൾക്കാർക്ക് എത്തി തുടങ്ങിയ സമയത്ത് അത് നിന്നുപോയി. അപ്പോഴേക്കും ലിങ്കേജ് ലോൺ പോലുള്ളതൊക്കെ കുടുംബശ്രീയിൽ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതെടുത്തിട്ട് ഓരോരുത്തരും ഓരോരോ സംരംഭങ്ങളായിട്ട് തുടങ്ങാൻ തീരുമാനമാക്കി. ആടും കോഴിയും പിന്നെ മുയലിനെയൊക്കെ വളർത്തുന്ന ഒരു വലിയ ഫാം ഞാനിവിടെ സെറ്റ് ചെയ്ത് ഇവിടെ അത് നടത്തി തുടങ്ങി. മറ്റുള്ള അംഗങ്ങൾ അവർക്കാവുന്ന പോലെ ഒരു ടീം പശു വളർത്തൽ, അവരിപ്പോഴും ആ പശു വളർത്തൽ തുടർന്ന് പോകുന്നുണ്ട്. വേറൊരു ആള് കോഴി വളർത്തുന്നതിൻ്റെ സംരംഭം അവർക്കുണ്ട്. അങ്ങനെ ഇപ്പം തുടർന്ന് പോകുന്നു. പിന്നീടാണ് ഞങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയിലേക്ക് വന്നു. അഞ്ച് തൈ കിട്ടീനു. പച്ചമുളക് തൈ, ഇത് വഴുതിന്, അയ്യഞ്ചെണ്ണം എല്ലാം കിട്ടീനു. നല്ലോണം കായ ഉണ്ടായിരുന്നു. ഞങ്ങൾ തക്കാളി ഒന്നും വാങ്ങലില്ല. ഞാനിപ്പം കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട്, ചേന നട്ടിട്ടുണ്ട്, കുറച്ച് ചേമ്പുണ്ട്, പച്ചമുളക് ഇപ്പം പിന്നെ പീടികയിൽ നിന്ന് വാങ്ങാത്ത ആവശ്യത്തിന് പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യം. ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് മറ്റേ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങൂലേനല്ലോ. കൃഷി നഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് നമ്മളെ കൃഷിഭവനുകൾ സഹായിക്കുന്നുണ്ട്. സബ്സിഡി ആയിട്ടും മറ്റും നമുക്ക് അത്യാവശ്യം സഹായം അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലോണം അറിഞ്ഞ് മണ്ണിലിറങ്ങി നല്ലോണം പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. നമുക്കത് നികത്തിക്കൊണ്ട് പോകാൻ പറ്റും.